Hello my dear friends, welcome to my channel Food and Beyond. എൻ്റെ പേര് സുധ. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണെന്നറിയാം. ഓണസദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ വാങ്ങിച്ചോ? ഓണസദ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കറിയാണ് എരിശ്ശേരി. ഞാനിന്നിവിടെ വളരെ സിമ്പിളായ ഒരു എരിശ്ശേരിയാണ് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കുന്നത്. മത്തനും വൻപയറും ചേർത്ത്. മത്തൻ കിഡ്നി ഫങ്ഷൻസ് നല്ല രീതിയിൽ പോവാനും ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും ഉപകരിക്കുന്ന ഒരു വെജിറ്റബിളാണ്. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് വൻപയർ വേവിക്കണം. ഞാനിവിടെ 1 കപ്പ് വൻപയർ 1 മണിക്കൂർ കുതിർത്തിട്ടതിന് ശേഷം നല്ലപോലെ കഴുകിയെടുത്തതാണിത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഓവർനൈറ്റ് നമുക്ക് കുതിർത്തിടാം. അങ്ങനെ ഓവർനൈറ്റ് കുതിർത്തിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഇത് 1 മണിക്കൂർ മാത്രമേ കുതിർത്തുള്ളൂ. ഒരു 3 വിസിൽ വേണം. ഇനി ഓവർനൈറ്റ് കുതിർത്തിടുകയാണെങ്കിൽ 1 വിസിൽ മാത്രം മതി. ഇതിപ്പോൾ 3 വിസിൽ വേണം. ആദ്യം തന്നെ ഇത് ഞാനൊരു ചെറിയ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. പിന്നീട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. പിന്നീട് ഇതിനാവശ്യമായ വെള്ളം, അതായത് ഈ വൻപയറിൻ്റെ ആ ലെവലിൽ നിന്നും 1 ഇഞ്ച് മുകളിലായി കിടക്കണം വെള്ളത്തിൻ്റെ ലെവല്. ഇത്രയും മതിയാവും. ഇനി ഞാൻ ഇതിൻ്റെ അടപ്പിട്ടിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് പ്രഷർ കുക്കർ സ്റ്റൗവിലോട്ടേക്ക് വെക്കട്ടെ. പ്രഷർ കുക്കർ സ്റ്റൗവിലോട്ടേക്ക് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് കഴിഞ്ഞു. 3 വിസിലാണ് വേണ്ടത്. അപ്പോൾ 3 വിസിൽ വരുന്നവരെ നമുക്കത് അവിടുന്ന് കുക്ക് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് മത്തൻ കട്ട് ചെയ്തെടുക്കാം. ഇത്രയും വലുപ്പത്തിലുള്ള ഒരു കഷ്ണം മത്തനാണ് എടുത്തത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ക്യൂബ്സായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. മത്തൻ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് 2 പച്ചമുളക് കീറിയിടണം. പച്ചമുളക് ഇതിലേക്ക് കീറിയിട്ടു. ഇനി ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. പിന്നീട് നമുക്ക് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കട്ടെ. പിന്നീട് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതും കൂടെ ചേർക്കാം. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നതിന് ശേഷം ഒരു ചെറിയ പ്രഷർ കുക്കറിലേക്ക് ഇത് മാറ്റട്ടെ. പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രഷർ കുക്കറിൽ തന്നെ കുക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ടത്. തുറന്ന പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇനി ഇതിന് ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ അടപ്പൊന്നിട്ടിട്ട് നമുക്ക് ഇതും കൂടെ സ്റ്റൗവിലോട്ടേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ വൻപയർ വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ 3 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കുവാണ്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുന്നില്ല. അതേ സ്റ്റൗവിലോട്ടേക്ക് തന്നെ നമ്മൾ മത്തൻ കഷ്ണങ്ങൾ ഇട്ട പ്രഷർ കുക്കർ വെക്കുവാണ്. ഇതിന് 2 വിസിലാണ് വേണ്ടത്. മത്തൻ വേവാൻ വേണ്ടി 2 വിസിൽ. അപ്പോൾ നമ്മുടെ വൻപയർ വേവിച്ച് വെച്ച പ്രഷർ കുക്കറാണിത്. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി. മത്തൻ വേവിക്കാൻ വെച്ചിട്ട് 2 വിസിൽ വന്നു കഴിഞ്ഞു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. ഇതിൻ്റെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന തേങ്ങ അരപ്പ് റെഡിയാക്കണം. അതിനു വേണ്ടി ഒരു 3/4 കപ്പ്, നമ്മൾ ആദ്യം വൻപയർ അളന്നെടുത്ത കപ്പാണിത്, അതിനൊരു 3/4 കപ്പ് നാളികേരം ഫ്രഷായി ചിരകിയതെടുത്തു. പിന്നെ ഒരു 5 ചെറിയ വെളുത്തുള്ളിയാണിത്. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതി. ഇതിപ്പോൾ ചെറിയതായതുകൊണ്ടാണ് 5 എണ്ണം എടുത്തത്. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം എടുത്തു. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകാണിത്, കുരുമുളകിൻ്റെ സീഡ്സ് മുഴുവനായിട്ടുള്ളത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് മുഴുവൻ പേസ്റ്റ് പോലെ അരക്കരുത്. ഇത്തിരി തരിതരിപ്പായിട്ടാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് അരക്കേണ്ടത്. അതിനുവേണ്ടി മിക്സി ജാറിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചേർക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം കൂടി ചേർക്കാം. അതിനുശേഷം വളരെ കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് ഇത് അരച്ചെടുക്കാം. ഇത് അപ്പോൾ ഒരു ഇത്തിരി വെള്ളം ഒന്ന് ഇതിലേക്ക് ചേർക്കട്ടെ. ഇനി ഇത്തിരി തരിതരിപ്പായിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാ മിക്സ് റെഡി ആയിട്ടുണ്ട്. തരിതരിപ്പായിട്ടാണ് അരച്ചെടുത്തത്. ഇത് അടച്ചിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. 2 പ്രഷർ കുക്കറിൻ്റെയും പ്രഷർ പോയതിന് ശേഷം നമുക്ക് തുറക്കാം. 2 പ്രഷർ കുക്കറിൻ്റെയും, ഇത് മത്തൻ വേവിക്കാൻ വെച്ചതാണ്, ഇത് വൻപയർ വേവിച്ചതാണ്. 2ൻ്റെയും പ്രഷർ പോയിട്ടുണ്ട്. നമുക്കിത് രണ്ടും, ഇപ്പോൾ വൻപയർ നന്നായി കുക്കായിട്ടുണ്ട്, കണ്ടില്ലേ? ഈ വൻപയർ ഞാനൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഞാനിവിടെ സ്റ്റൗവിൻ്റെ മുകളിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് വൻപയർ ഷിഫ്റ്റ് ചെയ്യാണ്. ഇനി ഞാൻ മത്തൻ വേവിച്ച കുക്കർ ഓപ്പൺ ചെയ്തു. മത്തനും നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതും ഈ വൻപയർ ചേർത്ത പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് രണ്ടും കൂടെ. ഇനി നമുക്ക് ഇതിലേക്ക്, ഞാൻ സ്റ്റൗ ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാ മിക്സ് ചേർക്കണം. ഇപ്പോൾ ഞാൻ ആ തേങ്ങാ മിക്സിയിൽ തന്നെയാണ് ഉള്ളത്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഒന്ന് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് സ്റ്റൗ ഓൺ ചെയ്യട്ടെ. സ്റ്റൗ ഓൺ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് തിളച്ചൊരു 3-4 മിനിറ്റ് ഒന്ന് കുക്കാവണം. ഈ തേങ്ങയുടെയും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഒക്കെ പച്ചച്ചവ മാറിക്കിട്ടണ്ടേ. നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് തന്നെ ഉണ്ട്, ഇനിയൊന്നും ഇടാനൊന്നും ബാക്കിയില്ല. കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിള വന്നതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തിക്ക് ഗ്രേവി അല്ലേ, അപ്പോൾ അടിയിലോട്ടേക്ക് അങ്ങ് പിടിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ എരിശ്ശേരി ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ കുക്കായി കഴിഞ്ഞു. ഞാനിത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ അടുപ്പിലോട്ടേക്ക് വെക്കട്ടെ. അപ്പോൾ താളിക്കാനുള്ള പാന് ഞാൻ അടുപ്പിലോട്ടേക്ക് വെച്ചു. ഇനി പാനൊന്ന് ചൂടായി വരണം. പാൻ നന്നായി ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളക് പൊട്ടിച്ചിടാം. പിന്നീട് നമുക്ക് കറിവേപ്പില ചേർക്കാം. നാളികേരം ചിരകിയത് ചേർക്കുവാണ്. ഒരു പിടി നാളികേരമാണ് ഞാൻ ചേർത്തത്, നമ്മുടെ കയ്യിലൊരു പിടി. ഇനി ഈ നാളികേരം നല്ല ഗോൾഡൻ കളർ വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. നമ്മൾ വറുക്കാൻ വെച്ച നാളികേരം നല്ല ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞു. ഇത്രയും മതി, കരിഞ്ഞു പോകരുത്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ഈ താളിച്ച ഇൻഗ്രീഡിയൻസ് നമ്മുടെ കറിയിലോട്ടേക്ക് ചേർക്കാം. അപ്പോൾ ആദ്യം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. വളരെ ഈസി അല്ലേ, പ്രഷർ കുക്കറിൽ പിന്നെ വൻപയറും പിന്നെ മത്തൻ കഷ്ണങ്ങളും ഒക്കെ കുക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം മാത്രമല്ലേ വേണ്ടൂ, പിന്നീടെല്ലാം വളരെ പെട്ടെന്നാണ്. അപ്പോൾ ഈ ഓണത്തിന് ഈ വൻപയറും മത്തങ്ങയും കൊണ്ടുള്ള എരിശ്ശേരി ഉണ്ടാക്കി എല്ലാവരും സദ്യ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നീട് ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നിങ്ങളെ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.